എത്രയും പെട്ടെന്ന് ഒരു പരീക്ഷ എഴുതി സർവീസിൽ കയറുക, ഒരു സർക്കാർ ജോലി നേടുക, ഇതാണല്ലോ ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ഒത്തിരി വർഷങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് പയ്യെ ജോലിയിൽ കയറാമെന്ന് ആരും വിചാരിക്കത്തില്ല. എത്രയും പെട്ടെന്ന് ജോലി കിട്ടാവോ അത്രയും നല്ലത്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നടന്ന 2024 LDC പരീക്ഷയ്ക്കും അതുപോലെ മറ്റ് PSC പരീക്ഷകൾക്കൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ പോയവർക്കും അതുപോലെ തുടക്കക്കാർക്കുമൊക്കെ ഇനി ഏത് PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം, ഏറ്റവും നല്ലത് ഏതാണ് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നവർക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ 2025 വരാൻ പോകുന്ന 10th ലെവൽ അടിസ്ഥാന യോഗ്യതയുള്ള ബെവ്കോ LDC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്നിങ്ങനെയുള്ള തസ്തികകൾ. കാരണം 10ാം ക്ലാസ് പാസ്സായ എല്ലാവർക്കും ഈ ഒരു തസ്തികകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഡിഗ്രി ഉള്ളവർക്കും PG ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ LGSന് ചിലപ്പം ഡിഗ്രി ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നേക്കാം നോട്ടിഫിക്കേഷൻ വരുമ്പം. LDCക്ക് യാതൊരു വിഷയവുമില്ല, LDC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഒക്കെ. അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഡിഗ്രി ലെവൽ PSC പരീക്ഷകൾ പോലെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രിലിംസും മെയിൻ പരീക്ഷയും പിന്നെ ഇൻ്റർവ്യൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ 10th ലെവൽ സിലബസിൽ നിന്നുകൊണ്ട് നന്നായിട്ട് പഠിച്ചെഴുതി മിക്കപ്പോഴും ഒരു പരീക്ഷയാകാനാണ് സാധ്യത. ഒരൊറ്റ പരീക്ഷ നന്നായിട്ട് എഴുതിയാൽ നമുക്ക് ജോലിയാണ് ഈ ഒരു തസ്തികയിലൂടെ ലഭിക്കുന്നത്. പിന്നെ ഈ തസ്തികകൾ ക്രാക്ക് ചെയ്യാൻ ഏറ്റവും പ്രധാനമായും ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. പണ്ടത്തെ പോലെ എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ള രീതി ഒക്കെ PSC മാറിയിട്ട് കുറച്ച് കാലങ്ങളായി. 2021 തൊട്ട് പുതിയ രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സോ ഒരു എക്സാക്ട് സിലബസ് PSC നൽകിയിട്ടുണ്ട്. പല GK ടോപ്പിക്കുകളും മാത്സും ഇംഗ്ലീഷും എല്ലാം ഉൾപ്പെടുന്ന ഒരു കറക്റ്റ് സിലബസ് 2024 LDC പരീക്ഷ നടന്നതും ആ ഒരു സിലബസിൽ വെച്ചുകൊണ്ട് ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ആ സിലബസിൽ നിന്നുകൊണ്ട് പക്കായിട്ട് നമ്മൾ കണ്ടന്റ് പഠിച്ചു തീർക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓരോ ഭാഗത്തു നിന്നും ഇത്ര ചോദ്യങ്ങളാണ് വരുന്നത്. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, മാത്സ് ഇത്ര മാർക്ക്, അങ്ങനെ സിലബസിൽ തന്നെ കറക്റ്റ് ഓരോ ടോപ്പിക്കിനും ഇത്ര മാർക്ക് എന്നവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ്. അതിൽ മാക്സിമം സ്കോർ മേടിക്കാൻ തന്നെ നമുക്ക് പറ്റണം. പലർക്കും സംശയമൊക്കെ ഉണ്ട്, ഇംഗ്ലീഷൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല, ഇംഗ്ലീഷൊക്കെ ഞാൻ പഠിക്കണോ എന്നൊക്കെ. PSCയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലുതായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയാൻ മേലില്ല. നമ്മൾ ആ സിലബസിൽ നിന്നുകൊണ്ട് കുറച്ച് നിയമവും കാര്യങ്ങളൊക്കെ പഠിച്ച് ഒന്ന് മെനക്കെട്ട് പഠിച്ചാൽ ഇതിൻ്റെ മാർക്ക് ഫുള്ളായിട്ട് മേടിക്കാൻ പറ്റുന്ന വലിയ കുഴപ്പമില്ലാത്ത ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ഇതിൽ ചെയ്യണമെന്നില്ല, ഏത് ടോപ്പിക്കാണെങ്കിലും അങ്ങനെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അതിന് ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസിൽ നിന്നുകൊണ്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, അങ്ങനെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പരീക്ഷകൾക്ക് പഠിക്കാൻ സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള കണ്ടന്റ് ഒന്നും കയ്യിലില്ലാത്തവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാനൊക്കെ വേണമെന്നുള്ളവർക്ക് നമ്മുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ വരാൻ പോകുന്ന ബെവ്കോ LDC 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള തസ്തികൾക്ക് വേണ്ടി നമ്മളൊരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ആ കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സും നോട്ട്സും ഒക്കെ ആയിട്ട് ഓരോ ആഴ്ചയും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് ആഴ്ചയുടെ തുടക്കത്തിൽ നൽകി പോകും. നിങ്ങൾ വർക്കിംഗ് ആണെങ്കിലും ഒന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് പറ്റുന്ന സമയം അനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. കറക്റ്റായിട്ട് ഞാൻ തരുന്ന മെറ്റീരിയൽ വെച്ച് പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സിലബസ് എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും ചെയ്ത് സെറ്റാക്കാൻ സാധിക്കും. സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ PSC LDC എന്ന് മെസ്സേജ് അയയ്ക്കുക. കുറച്ച് പേർ കൂടെ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്, നിങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്താൽ മതി. എന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഞാൻ പറഞ്ഞു 100 മാർക്കിൻ്റെ ഒരു സിലബസാണ് PSC 10th ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി നൽകിയേക്കുന്നത്. ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ നിരവധി ടോപ്പിക്കുകളുള്ള ഒരു സിലബസാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് GK എന്ന് പറയുന്ന ഭാഗമാണ്. പലർക്കും ചിലപ്പോൾ അബദ്ധം പറ്റുന്ന, പഠനത്തിൽ ചില തെറ്റുകൾ പറ്റുന്ന ഒരു സെക്ഷനും ഈ GK തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നന്നായിട്ട് പഠിച്ചിട്ടും പലരും സർവീസിൽ കയറാൻ പറ്റാതെ പോകുന്നത്. ഇന്ന് നമ്മുടെ ഈ ഒരു ഓൺലൈൻ മേഖലയിലൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ, ഒരുപാട് സ്റ്റഡി പ്ലാനുകൾ, പഠന രീതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പഠിക്കുക, ആ രീതി പഠിക്കുക, ഈ രീതി പഠിക്കുക, CRT, NCERT, ആ ബുക്ക്, ഈ ബുക്ക്, അങ്ങനെ ഒരുപാട് പിള്ളേരെ കൺഫ്യൂഷൻ ആക്കുന്ന സംഭവങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സ്കൂൾ ടെക്സ്റ്റിനെയും അതുപോലെ
ഈ പറയുന്ന PSCയുടെ മുൻവർഷ ചോദ്യങ്ങളെയൊക്കെ ബേസ് ചെയ്ത് തന്നെയാണ് ഇപ്പോഴും PSC പരീക്ഷകൾ നടക്കുന്നത്. ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നാലും വൺ വേർഡ് ആയിട്ട് വന്നാലും നമ്മൾ സിലബസിൽ നിന്നുകൊണ്ട് പക്കായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉത്തരം എഴുതാൻ സാധിക്കും. ഇപ്പം 5 മാർക്കിൻ്റെ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണെങ്കിൽ അതിലെ 4 ചോദ്യം PSC ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ ഈ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുകൊണ്ടുള്ള കണ്ടന്റിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും പുതിയതായിട്ട് എക്സ്ട്രാ ആയിട്ട് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യം വരുന്നത്. ചിലപ്പോൾ ആ ഒരു ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ 4 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ എല്ലാ ടോപ്പിക്കും നന്നായിട്ട് സ്കോർ ചെയ്താൽ പരീക്ഷയ്ക്ക് ജോലി കിട്ടുന്ന ഒരു റാങ്കിലേക്ക് നമ്മൾ എത്തും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ പഠിക്കണം. അതിന് ഏറ്റവും പ്രധാനമായും ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ ടോപ്പിക്കിൽ നിന്ന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് എല്ലാം ക്യാപ്സ്യൂൾ പോലെ നമ്മൾ പഠിച്ചു തീർക്കണം. GK പഠിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചെറുതായിട്ട് പറയാം. ഇപ്പം ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണെങ്കിൽ ചരിത്രത്തിൽ ആദ്യം തുടങ്ങുന്ന കേരള ചരിത്രമാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എക്സാമ്പിൾ ഒരു അന്നത്തെ യൂറോപ്യന്മാരുടെ വരവ് എന്ന ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോർമൽ ഈ മത്സര പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ പക്കായായിട്ട് പഠിച്ചാൽ ഇതിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ഇതുപോലെ കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ലോക ചരിത്രം, ഭൂമിശാസ്ത്രമാണെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, അതുപോലെ കേരള ഭൂമിശാസ്ത്രം എന്ന എല്ലാ ടോപ്പിക്കും ഈ രീതിയിൽ അങ്ങ് പഠിച്ചു പോയാൽ മതി. ഇത് പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു കാര്യം പഠിച്ചാൽ ഒരു 10 പേജ് ഇന്ന് പഠിച്ചു തീർക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അത് മറന്നു പോവുക തന്നെ ചെയ്യും. അതൊരു റിയാലിറ്റിയാണ്. പലരും മറന്നു പോകുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയും. എല്ലാവരും മറന്നു പോകും. ഞാനും നിങ്ങളും ഒക്കെ മറന്നു പോയി പഠിപ്പിച്ച്. ഇപ്പോൾ ഞാൻ തന്നെ കേരള ചരിത്രമൊക്കെ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ഇട്ടിട്ടുണ്ട്. ഒരു ഒത്തിരി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ തന്നെ എടുത്താണെന്ന് പോലും സംശയിച്ചു പോകും. കാരണം നമ്മളൊക്കെ മറന്നു പോകും. പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ റെഫർ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്ന നിങ്ങളും പഠിച്ച് റിവിഷൻ ചെയ്തിട്ട് വേണം പോകാൻ. റിവിഷൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചല്ലോ. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിവിഷൻ PSC പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. നിങ്ങൾ ഇന്നൊരു കാര്യം പഠിച്ചാൽ ഒരു 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അതൊന്ന് റിവിഷൻ ചെയ്യണം. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞ് വീണ്ടും അത് തന്നെ ഒന്നുകൂടെ റിവിഷൻ ചെയ്യണം. അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പീരിയോഡിക്കലി റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകണം. ഇന്നൊരു 10 പേജ് പഠിച്ചാൽ 2 ദിവസം കഴിഞ്ഞത് മൊത്തം ഒന്ന് വായിച്ച് വേണം ചിലപ്പോൾ നമുക്ക് 2 മിനിറ്റ് മതിയായിരിക്കും. അതുപോലെ ഒരു 6 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന GK ഭാഗങ്ങളെല്ലാം ഒരു പുതിയ ദിവസം നമ്മൾ എടുത്ത് വെച്ച് ചിലപ്പോൾ ഒരൊറ്റ ദിവസമോ 1.5 ദിവസം കൊണ്ടൊക്കെ ഫുൾ കാര്യങ്ങൾ നമുക്ക് റിവിഷൻ ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ റിവിഷൻ ഡേ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ച് അത് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കണം. പല കോഴ്സാണെങ്കിലും നിങ്ങൾ ഓഫ്ലൈൻ പോയി പഠിച്ചാലും റിവിഷൻ ചിലപ്പം കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. അത് ഉദ്യോഗാർത്ഥി അവരുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പഠിക്കുന്ന കാര്യങ്ങൾ പീരിയോഡിക്കലി ഒരു നിശ്ചിത സമയത്തിനിടയ്ക്ക് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തലയിൽ നമുക്ക് ഓർത്തിരിക്കത്തുള്ളൂ. എക്സാം വരെ നമ്മൾ ഓർത്തിരിക്കണമല്ലോ. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലെയുള്ള ടോപ്പിക്കുകൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. എസ്പെഷ്യലി മാത്സും ഇംഗ്ലീഷും ഒക്കെ. ഇപ്പം ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണെങ്കിൽ കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന ഒരു സംഭവം വന്നാൽ ഇന്ന രീതി വരും, നെഗറ്റീവ് എന്നാൽ പോസിറ്റീവ് വരും, അങ്ങനെയൊക്കെയുള്ള കുറേ റൂളുണ്ട്. ഈ റൂളുകളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഒരു കുറച്ച് ചോദ്യങ്ങൾ എക്സാമ്പിൾ നോക്കി കുറച്ച് ചോദ്യങ്ങൾ അങ്ങ് പ്രാക്ടീസും ചെയ്താലുണ്ടല്ലോ ഏത് രീതി ചോദ്യം വന്നാലും നമുക്ക് ഇതിൽ നിന്നൊക്കെ ഉത്തരം എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ ടാഗ് വേണമെങ്കിൽ നമുക്ക് ഒരു 1/2 ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റും. ഇംഗ്ലീഷൊക്കെ ഒരു 10 ദിവസം മാക്സിമമാണ് ഫുള്ള് ടോപ്പിക്ക് നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ ഈ വൊക്കാബുലറി, ആൻറ്റോണിമസ്, സിനോണിമ, അർത്ഥവും പര്യായമൊക്കെ വരുന്ന അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ഇച്ചിരി മെനക്കെട്ട് നിന്ന് പഠിച്ച് തീർക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ പഠിച്ചാൽ ഇംഗ്ലീഷൊക്കെ ഫുൾ മാർക്ക് ഉറപ്പാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ, ഇത്രയും സെക്ഷനുകൾ ഫുൾ മാർക്ക് മേടിക്കാൻ തന്നെ നിങ്ങൾ പഠിക്കണം. ഇതിൽ തന്നെ മാത്സ് പാടുള്ളവരൊരു ആവറേജ് മേടിച്ചാലും ബാക്കിയുള്ള എല്ലാ സെക്ഷനും നന്നായിട്ട് മെനക്കെട്ടാൽ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ PSC പരീക്ഷ പാടാകാം, എളുപ്പമാകാം. ഭയങ്കരമായിട്ട് പാടായാൽ ഈ GK ഭാഗം പാടായി വരുന്ന ആരും എഴുതാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ എക്സാം ആകുമ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾ പഠിച്ച രീതിയിൽ മുൻനിർത്തിക്കൊണ്ട് ആവറേജ് സ്കോർ GK ഭാഗത്ത് ചെയ്യുന്നു. പക്ഷേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എപ്പോഴും അതിപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിച്ച് അവിടെ ഹൈ സ്കോർ മേടിക്കുന്ന ഒരാൾക്ക് GK ഇച്ചിരി പാടായാലും ജോലി കിട്ടാനുള്ള മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് 1ാം റാങ്ക് തന്നെ വേണമെന്നില്ലല്ലോ, ആദ്യത്തെ 100ൽ വന്നാൽ മതി. ഏത് പരീക്ഷയാണെങ്കിലും ആദ്യത്തെ 100ൽ വരണം എന്നുള്ള ചിന്തയെ പഠിച്ചോണം. 100ൽ വന്നിരിക്കണം. നിങ്ങൾ ഇനി 100ൽ വരണം, നിങ്ങൾ ആദ്യത്തെ 50നുള്ളിൽ വന്നാലേ വരണമെന്ന് പഠിച്ചാലേ കിട്ടത്തുള്ളൂ. എങ്കിൽ 50നുള്ളിൽ വരണമെന്ന് വിചാരിച്ചങ്ങ് പഠിച്ചോണം. എന്തായാലും ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ ഉറപ്പായിട്ടും വരണം. ഏത് രീതി നിയമനം കുറഞ്ഞാലും അതുപോലെ എന്ത് പ്രശ്നം വന്നാലും 100ലുള്ളവർക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടി. എന്നെ അഴിമതി വന്നാലും 100ലുള്ളവർക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അതുകൊണ്ട് ആദ്യത്തെ 100ൽ വരണം എന്ന ചിന്തയിൽ അങ്ങ് പഠിച്ചോണം. അതിന്
വേണ്ടി ഉള്ളൊരു ഷോർട്ട് കട്ടാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നന്നായിട്ട് പഠിക്കുക. ജി കെ ഞാൻ ഈ പറഞ്ഞ പോലെ സിലബസിൽ നിന്നുകൊണ്ട് കണ്ടന്റ് പഠിച്ചെടുക്കുക. എങ്ങനെ പാടായാലും ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ ഹൈ സ്കോർ മേടിക്കുമ്പോൾ ഇവിടെ പാടായാലും നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ആ ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഹൈ മാർക്കും ഹൈ റാങ്കും നമ്മുടെ ലക്ഷ്യമായിരിക്കണം. ഓക്കെ, കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എന്നാണോ പരീക്ഷ നടക്കുന്നത്, ആ പരീക്ഷ നടക്കുന്നതിന് 3 മാസം മുമ്പ് വരെയുള്ള ആനുകാലിക കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇപ്പോൾ 2025 ഒരു ഫെബ്രുവരി മാസത്തിലാണ് പരീക്ഷ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, ഒരു 3 മാസം മുമ്പ് വരെ 2026 ഫെബ്രുവരി ഞാൻ പറഞ്ഞ എക്സാം നടക്കുന്നത്. 2025 ഒരു ഡിസംബർ വരെയുള്ള കറണ്ട് അഫേഴ്സ് അങ്ങ് പഠിക്കുക. 2025 പക്കായിട്ട് പഠിക്കുക. പരീക്ഷ നടക്കുന്ന ഒരു വർഷം മുമ്പുള്ള കറണ്ട് അഫേഴ്സ്, മന്ത്ലി കറണ്ട് അഫേഴ്സ് പക്കായിട്ട് അങ്ങ് പഠിച്ചാൽ മതി. അത് പഠിക്കുക. പിന്നെ ബാക്കി പ്രധാനപ്പെട്ട കുറച്ച് അവാർഡുകളും കാര്യങ്ങളും കുറച്ച് 2024 23 കയറ്റി പഠിച്ച സംഭവം സെറ്റാണ്. ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം സ്റ്റഡി മെറ്റീരിയൽ എല്ലാം നമ്മുടെ കോഴ്സിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മേടിച്ചവർ അത് വെച്ച് പക്കായിട്ട് പഠിച്ചു പോയാൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പം തൊട്ട് തന്നെ അങ്ങ് പഠനം തുടങ്ങിക്കൊള്ളുക. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പഠനമാണ് PSC പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ PSC LDC എന്ന് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലും നമ്മൾ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ ഇപ്പോൾ തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും അടുത്ത പരീക്ഷ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.